ഇതിപ്പോൾ വൈകുന്നേരം ഇത് നമ്മളെടുത്താലും ചൂട് നില വൈകുന്നേരം വരെ ഇത് ചൂട് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡരികിൽ ഊണ് ബിരിയാണിയൊക്കെ വിൽക്കുന്നവരെ, വീട്ടിൽ നിന്ന് ഊണും ബിരിയാണി തയ്യാറാക്കി കൊണ്ടുവന്ന് വിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മധുഹൂത്ത് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു 100 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു കടയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കാക്ക, ഇവിടെ 100 രൂപയ്ക്ക് മധുഹൂത്ത് വിറ്റാൽ അതെങ്ങനെയാണ് മുതലാക്കി എടുക്കുക? ലാഭവിഹിതം വളരെ കുറച്ച് ഇതിന് കിട്ടുള്ളൂ. ഇങ്ങനെ 100 രൂപയ്ക്ക് വിറ്റാൽ ഇത് സാധാരണഗതിയിൽ ഓപ്പൺ എയറിൽ വിൽക്കാറില്ല. പിന്നെ ഞാൻ ഹോട്ടലുകളിൽ ഇത് ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ ഉള്ള സാധനം അവർ ഒരു 170 രൂപ തൊട്ട് മുകളിലോട്ട് റേഞ്ചിലാണ് കൊടുത്തോളുണ്ട്. അതും തെക്കൻ കേരളത്തിലോട്ടൊന്നും ഇത് വന്നതായിട്ടുള്ള എനിക്കറിയില്ല. ഇത് GCC കൺട്രിയിൽ അല്ലേ, അറേബ്യൻ രാജ്യങ്ങളിലാണ് ഇത് ഒരു പ്രധാനമായിട്ടും സൗദിയിൽ എനിക്ക് ഇതിന്റെ ഒരു 15 വർഷത്തിന് ആയിട്ട് ഇതിന്റെ ഒരു കടയുണ്ടായിരുന്നു. സൗദിയിൽ ഉണ്ടായിരുന്നു. ആ കടയിൽ ഞാനിത് വെച്ച് എനിക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്ന ഒരവസ്ഥയിലായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. പിന്നെ തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ വേറെ പല ജോലികളും ചെയ്ത് ജീവിതം വളരെ മെച്ചമായ അവസ്ഥയിലല്ല. അങ്ങനെ വന്ന് ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇതിങ്ങനെ വെച്ച് നോക്കാമെന്ന്. ലാഭം വളരെ കുറവാണ് എങ്കിലും ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ആയതുകൊണ്ട് കഴിക്കുന്നവർ പിന്നെയും വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് ഇത് മൂവിങ് ആയി തുടങ്ങിയത്. കാരണം ഇത് സാധാരണക്കാർക്ക് മധുഹൂത്ത് കഴിക്കണമെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇത് ഇവിടെ ഇപ്പോൾ വന്ന് 100 രൂപയ്ക്ക് ഇത് വാങ്ങിച്ച ആൾക്കാർ എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് മുതലാവുമോ? അത് ശരി, എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം. കാരണം ഇത് അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വ്യത്യസ്തമായ അരി തന്നെ എനിക്ക് 120 രൂപ വില വരെയാണ്. ഏതരി ഇതിൽ ചേർക്കുന്നത്? പിന്നെ ഗോൾഡൻ സെല്ല, മറ്റേ ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡൻ സെല്ല, നീളമുള്ള അരി. മറ്റേ അരിയിൽ വെച്ചാൽ ഇത് ക്ലിയർ ആവില്ല. ബിരിയാണി അരി പോലെ ഇത് ആ അരിയിൽ വെച്ചാൽ ക്ലിയർ ആവില്ല. ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന അരി ഇതിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. തുടങ്ങിയിട്ട് എത്ര നാളാവും? ഇതിപ്പോ ഞാൻ ഒരു 6 മാസത്തിനുള്ളിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ നോയമ്പ് സീസണിൽ ഞാൻ ഇത് നിർത്തിവെച്ചു. ആ സമയത്ത് കച്ചവടം കുറവാണ്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ഞാൻ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിലേ ആയുള്ളൂ വീണ്ടും തുടങ്ങിയിട്ട്. ഈ മധുഹൂത്ത് അല്ലാതെ വേറെന്തെങ്കിലും ഐറ്റം ഇവിടെ തയ്യാറായി കൊടുക്കാറുണ്ടോ? ഈ പിന്നെ ഇലക്ഷന് ഞാൻ ഒരു 10-15 ബിരിയാണി സെപ്പറേറ്റ് ആൾക്കാർ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സെപ്പറേറ്റ് കൊടുത്തായിരുന്നു. കാക്കാനൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് അബ്ദുൽ കലാം എന്നാണ്. ഈ ഒരു മേഖലയിൽ, ഭക്ഷണം തയ്യാറാക്കുന്ന മേഖലയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും? ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഇത് ഇടയ്ക്ക് ഞങ്ങളെ കുടുംബങ്ങളെ ചോദിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. ഫാമിലിക്ക് അകത്ത് തയ്യാറാക്കി അവർക്ക് കഴിക്കാനായിട്ട് മാത്രം തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതൊരു ഉപജീവന മാർഗമായിട്ട്, ഒരു കച്ചവട ഉപജീവന മാർഗമായിട്ട് തയ്യാറായി കൊടുക്കുന്നത് ഇപ്പോഴാണ്. പിന്നീട് ഭാവിയിൽ ഒരു കട പോലെയൊക്കെ തുടങ്ങാൻ, ഒരു ഹോട്ടലൊക്കെ തുടങ്ങാനുള്ള ഒരു സാധ്യത എനിക്ക് അവസരം ഒത്താലും ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കും. സൗദിയിൽ എത്ര നാൾ വർക്ക് ചെയ്തു? ഈ ഒരു സൗദിയിൽ ഒരു 6 വർഷത്തിനേറെ. ഇത് ഞാൻ തന്നെ എൻ്റെ സ്പോൺസറുടെ പിന്നെ അദ്ദേഹം എനിക്ക് പിന്നെ ഈ കട ഇതിനായിട്ട് തന്നായിരുന്നു, വാടകയ്ക്കായിട്ട് തന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്തു. സ്വന്തമായിട്ട് തന്നെയാണ് അവിടെ ബിസിനസ് നടത്തി. ഈ ഒരു സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ കറക്റ്റ് എങ്ങനെയാ പറയാ നമ്മള് ഈ ഒരു കട ഇരിക്കുന്നത്? ആറ്റിങ്ങൽ നിന്ന് വരികയാണെങ്കിൽ ആറ്റിങ്ങൽ പാലസ് റോഡ് ഒന്ന് മണനാക്ക് വന്ന് മണനാക്കിനും പിന്നെ ആറ്റിങ്ങലിനും ഇടയിലായി, മണനാക്കിന് ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെ അറിയപ്പെടുന്ന ഏലാപ്പുറം. അതായത് ആറ്റിങ്ങിൽ നിന്നും മണനാക്കിലേക്ക് പോകുന്ന വഴിക്ക് ഇടത് സൈഡിൽ ഏലാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഇടത് സൈഡിലായിട്ടാണ് YLM UPS സ്കൂളുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് UPS സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് ആളുണ്ടാവുക. ഇനി ഭാവിയിൽ വേറെന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉൾപ്പെടുത്താനുള്ളൊരു പ്ലാൻ ഉണ്ടോ? ചിലപ്പോൾ ആൾക്കാർ ഇപ്പോൾ കുറേ പേര് ബിരിയാണി ചോദിക്കുന്നുണ്ട്. കാരണം ഇതിൽ മസാല കുറവാണ്. മസാല കുട്ടികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ മസാല കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ബിരിയാണിയാണ് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർ വന്ന് ചോദിക്കുന്നുണ്ട്. ബിരിയാണി വെച്ച് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അത് ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഒതുക്കിയിരിക്കുന്നത്.
നമ്മുടെ മലയാളികൾക്ക് ബിരിയാണി എന്ന് വെച്ചാൽ ഒരു വികാരമാണല്ലോ. അതെ അതെ അതെ. പക്ഷെ ഇത് അറിഞ്ഞ് കേട്ട് കഴിച്ചവർ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയാലേ നമുക്ക് ഈ മസാല കൂടുതൽ വേണ്ടവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇതൊരു വ്യത്യസ്തമായ രുചിയാണ്. മന്തി പോലെ മറ്റൊരു രുചിയിലാണ് മധുഹൂത്ത് ഉണ്ടാവുക. ഇതിപ്പോ ഹോട്ടലുകളിലൊക്കെ ഇവിടെ കഴക്കൂട്ടത്തെ ഒരു ഹോട്ടലിൽ വന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ആയി വരുന്നേ ഉള്ളൂ. വർക്കല ഒരു ഹോട്ടലിൽ വന്നു എന്ന് പറയും. കാക്ക, ഈ മധുഹൂത്തിന്റെ ഒപ്പം എന്തൊക്കെയാ കൊടുക്കുക? ഇതിന്റെ കൂടെ ഞങ്ങൾ തക്കാളി സലാഡ് ഉണ്ടാക്കും. തക്കാളി സലാഡാണ് കൊടുക്കുക. ഇതിന്റെ കൂടെ പിന്നെ വേറെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഇതിന്റെ കോമ്പിനേഷൻ പിന്നെ മയണൈസ് ഉണ്ട്. മയണൈസും ചേർത്ത് കഴിക്കാം. മയണൈസ് ആണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ചെയ്യണത്. പക്ഷെ ഞങ്ങൾക്കിപ്പോ ഈ 100 രൂപയ്ക്ക് മയണൈസും കൂടെ ഉണ്ടാക്കി കൊടുക്കാക്കൂല. രണ്ടാമത് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് മണിക്കൂർ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ മയണൈസ് സാധ്യതയുള്ളത് കൊണ്ട് ഞാനത് ചെയ്യാറില്ല. കാര്യം പിന്നെ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അതൊരു നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും, നമ്മുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന രീതിയിലോട്ട്. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാറില്ല. പിന്നെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോയി അവരുണ്ടാക്കി കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റി അതും കൂടെയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എത്ര മണിക്കൂർ എടുക്കുമായിരിക്കും രാവിലെ? ഇത് ഞങ്ങൾ ഇതിൻ്റെ മെറ്റ് ഈ ഉള്ളി തക്കാളി ഇതെല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുപ്പിലാക്കിയതിനു ശേഷം 1 മണിക്കൂറിൽ തയ്യാറാക്കി. ഇതിപ്പോ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിലേ തയ്യാറാക്കുന്നത്. അപ്പൊ ഇത് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റത്തില്ലല്ലോ. കുക്കറിലാണ് ഇത് യഥാർത്ഥത്തിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഞങ്ങൾ ഒരാൾ വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഒരു 2 കോഴിയുടെ ചോറ് ചേർന്നെന്ന് വെച്ചാൽ അങ്ങനെ കുക്കറിൽ തയ്യാറാക്കി കൊടുക്കും. ഇതല്ലാതെ ഈ 100 രൂപയുടെ ആകുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഇതിലാകുമ്പോൾ കുക്കറിൽ തയ്യാറാക്കാൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് മറ്റ് ചെമ്പിലാണ് ബിരിയാണി ചെമ്പ് പോലെ ചെമ്പിലാണ് തയ്യാറാക്കി. ഓർഡർ തരുവാണെങ്കിൽ മധുഹൂത്തും തയ്യാറാക്കി കൊടുക്കുമല്ലോ? തീർച്ചയായും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് വീഡിയോയുടെ താഴെ നമ്പർ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും. കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ കൊണ്ടുകൊടുക്കും. നമ്മുടെ ആറ്റിങ്ങൽ പ്രദേശത്ത് 15 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ അത് ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചു തരുമെന്നാണ്. പിന്നെ അത് വേറൊരു കാര്യം, എനിക്ക് ഇതിന്റെ ക്യാഷ് മുമ്പേ പേയ്മെന്റ് ആക്കി കഴിഞ്ഞാലേ എനിക്ക് ഗൂഗിളിലൂടെയോ എനിക്കത് ഒരു അനുഭവം വന്നു. അതുകൊണ്ടാണ് ഒരാൾ കുറച്ച് ഓർഡർ ചെയ്തിട്ട് പിന്നെ വാങ്ങിക്കാതെ പോയി. നമുക്കത് വിറ്റ് പിന്നെ എനിക്ക് അയൽവാസികൾക്കൊക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് അഡ്വാൻസ് ആയിട്ടൊരു പേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് സംസാരിച്ച് നോക്കുക. അതിനനുസരിച്ച് കൊണ്ടുകൊടുക്കാനെങ്കിൽ പറ്റുള്ളൂ. ചെറിയ രീതിയിലല്ലേ തയ്യാറാക്കി കൊടുക്കുന്നത്, സാധാരണക്കാരല്ലേ. അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് ഓർഡർ ചെയ്ത ആൾക്കാർ വാങ്ങിയില്ലെങ്കിൽ വിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടിലാവും. അവരെ സാമ്പത്തികമായിട്ട് അവരെ തകർക്കുന്ന രീതിയിലോട്ട് ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ടാണ് ആദ്യം തന്നെ അഡ്വാൻസ് വാങ്ങിയിട്ട് തയ്യാറാക്കി നൽകാമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട്. ആ പുള്ളി മണനാക്ക് LP സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെയാണ് തയ്യാറാക്കുന്നത്. ആ പുള്ളി അവിടെ നിന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി പാസ് ചെയ്ത് പോകുന്നവർക്കും അവിടെ നിന്നത് വാങ്ങിക്കഴിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ സഹായിക്കാറുണ്ടോ? സപ്പോർട്ട് ചെയ്യാറുണ്ട്. വൈഫ് സഹായിക്കാറുണ്ട്. വൈഫും കൂടെ ഒപ്പം ചേർന്നാണ് തയ്യാറാക്കി എടുക്കുക. രാവിലെ എത്ര മണി മുതലായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഞാൻ ഇവിടെ വരുന്നത് 11 മണി മുതൽ 11 മണിക്ക് ഇവിടെ ഉണ്ടാവും. പിന്നെ വൈകിട്ട് എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? ഏറി വന്നാൽ ചിലപ്പോൾ 1 മണിക്ക് തന്നെ അത് തീരുന്നുണ്ട്. 1 മണിക്ക് തന്നെ ചിലപ്പോൾ തീരുന്ന ദിവസമുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഏറി വന്നാൽ ഒരു 3 മണിക്കകത്ത് കൊണ്ട് 3 മണിക്ക് ഉള്ളിലായിട്ട് സാധാരണ 3 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. കഴിക്കാം. ഇത് കവറ് ഇതിലിട്ട് കൊടുക്കുന്നത് അത് എനിക്ക് എൻ്റെ ഒരു ബന്ധു തന്നതാണ്. അല്ല ഈ കവറിലൊന്നും കൊടുക്കാൻ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് അതായത് മന്തിയിൽ നിന്നും മന്തിയുടെ വേറൊരു ഫ്ലേവർ, വേറൊരു ടേസ്റ്റിൽ, രുചിയിൽ അങ്ങനെയാണ് ഇതുണ്ടാവുക. ഇത് അരിയും ഇറച്ചിയും കൂടെ ഒന്നിച്ച് വേവിച്ചാണ് എടുക്കുന്നത്. ഒന്നിച്ച് വേവിച്ചത്
അതായത് ഇറച്ചിയും അരിയും കൂടെ ഒരുമിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുക. ഇറച്ചി ഒരു പകുതി വേവാകുമ്പോൾ പിന്നെ അരി ഇട്ട് വരും. അല്ലെങ്കിൽ ഇറച്ചി പകുതി വേവാകുമ്പോഴത്തേക്ക് ഇതേ ഓഫ് ചെയ്തിട്ടേ